ആദ്യം നമുക്ക് എന്ത് ചെയ്യുക, ഈ ചെമ്മീൻ ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പെരുംജീരകത്തിൻ്റെ പൊടിയെല്ലാം കൂട്ടി കുഴച്ച് നന്നായിട്ട് കുഴച്ച് വെച്ചതാണ്. ഒരു അരമണിക്കൂർ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യാണ്ടും കഴുകി വൃത്തിയാക്കി ചെമ്മീൻ്റെ നാരെല്ലാം എടുത്ത് കളഞ്ഞിട്ട് മസാലയിൽ ചെമ്മീൻ ഇട്ടിട്ട് അങ്ങനെ ആക്കാം കേട്ടോ ചെമ്മീൻ ബിരിയാണി. ഇതിപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് ആക്കുന്നത്. രണ്ടും രണ്ട് ടേസ്റ്റ് തന്നെയാണ് വരിക. രണ്ടും പക്ഷേ നല്ല ടേസ്റ്റാണ്. ഏതിൽ വെച്ചാലും ചെമ്മീൻ്റെ ചോറ് നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചെമ്മീനപ്പുറത്ത് ഫ്രൈ ചെയ്യുമ്പോൾ ഫ്രൈ ആകുന്ന സമയം കൊണ്ട് ഇവിടെ മസാലേൻ്റെ ഉള്ളി വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഗീയും കുറച്ച് ഓയിലും ഒഴിക്കുന്ന വീഡിയോ കട്ടായിപ്പോയി കേട്ടോ. ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഒരു ചെമ്മീൻ്റെ അളവിനനുസരിച്ചിട്ട് ഉള്ളി മുറിച്ചിടുക. ഞാൻ കുറച്ച് ചെറിയ ഉള്ളി, ഒരു 1.5 വലിയ ഉള്ളിയാണ് എടുത്തത്. അത് വഴറ്റി വരട്ടെ, നല്ലോണം വഴറ്റി വരട്ടെ. ഇനി കുറച്ച് കറിവേപ്പില ഇതിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ചെമ്മീനിൽ നല്ലോണം ഉപ്പിട്ടതാണ്, അവിടെ ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പിടാൻ കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, ഒന്നിച്ചുണ്ടാവണേ. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 5 അല്ലി വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വെളുത്തുള്ളി ഭയങ്കര വലുതാണ്. അപ്പോൾ 5 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു 8 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് ചതച്ചിട്ട് ഇട്ടത് കേട്ടോ. ഇത് നന്നായി പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് പൊരിച്ച് വെച്ച ചെമ്മീൻ ഇതിലേക്കിടാം. ഞാനിപ്പോൾ ഈ ചെമ്മീൻ ഇതിലേക്കിടാമേ. നമുക്ക് ഈ മുളകൊന്നും പെരക്കാണ്ട് തന്നെ ചെമ്മീൻ, അതായത് കഴുകി വൃത്തിയാക്കിയിട്ട് അതേപോലെ മസാലയിൽ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മസാല ആക്കിയിട്ട് ബിരിയാണി വെക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് അതും. ഇത് വേറൊരു ടേസ്റ്റ്, ഇത് ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഇനി കുറച്ച് മുകളിൽ മല്ലിയില ഇട്ട് കൊടുക്കുക. മസാല എന്നല്ല പറയും, മല്ലിയില ഇട്ട് കൊടുക്കുക. ഞാനിതിൽ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഒരു മസാലപ്പൊടിയും ബിരിയാണി മസാല ഒന്നും ചേർക്കുന്നില്ല. ഈ ചെമ്മീൻ്റെ ആ ശരിക്കുള്ളൊരു ഫ്ലേവർ കിട്ടണമെങ്കിൽ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കരുത്. മസാല റെഡി. ഈ ഒരു കുക്കർ വെക്കുന്നു. നമുക്കിനി ഈസി നെയ്ച്ചോറ് ഉണ്ടാക്കാം. കുക്കറിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. ചെമ്മീനിലും ഗീ ഇട്ടതുകൊണ്ട് തന്നെ ചോറിൽ കുറച്ച് മതി. വളരെ കുറച്ച് സ്പൈസസ് ഇടുക. അണ്ടിപ്പരിപ്പൊന്നും ഇതിന് നിർബന്ധമില്ല, എന്നാലും കടിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ, അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇടാം കേട്ടോ, വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. 1 കപ്പിന് 1.5 എന്നുള്ള നിലയിൽ വെള്ളം ഒഴിക്കുക. ഈ വെള്ളം നന്നായി തിളച്ചിട്ടാകുമ്പോൾ ഉപ്പിട്ടിട്ട് അരി വിട്ട് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസലിന് ഓഫാക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി നെയ്ച്ചോറ് റെഡിയായപ്പോൾ, നല്ല കുക്കറിൽ ഈസി നെയ്ച്ചോറ് റെഡിയായി. അപ്പോൾ പിന്നെ നമുക്ക് മസാല 2-3 ലെയറായിട്ടോ ഒറ്റ ലെയറായിട്ടോ ഇടാം. ഇപ്പം ഞാൻ അടിയിൽ ചോറും നടുക്ക് മസാലയും വീണ്ടും മേലെ ചോറും ഇട്ടിട്ടാണ്. കുറച്ച് മല്ലിയില മാത്രമേ എക്സ്ട്രാ ഇടുന്നുള്ളൂ. അങ്ങനെ ടേസ്റ്റ് നല്ല ചെമ്മീൻ ബിരിയാണി റെഡിയായി. മുഴുവനായിട്ട് ചോറിട്ടതിന് ശേഷം മുകളിൽ കുറച്ച് മല്ലിയിലയും പിന്നെ ഈ ചെമ്മീൻ മസാലൻ്റെ കുറച്ചൊരു ഇതുണ്ടാവില്ലേ, അതിൻ്റെ കുറച്ച് മസാല അത് കുറച്ച് മുകളിലോട്ട് ഇങ്ങനെ ആക്കി. ഇനി ഇതൊരു 10 മിനിറ്റ് ചെറിയ തീയിൽ ദമ്മിൽ വെക്കുക. ചെറിയ തീയിൽ ദമ്മിൽ വെക്കാം. ഇതിലൂടെ ആവി പോകുന്നതായിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പർ ഇതുപോലെ ചെറുതാക്കി ഒന്ന് അവിടെ അടച്ചു കൊടുക്കുക. സൂപ്പർ ടേസ്റ്റി ചെമ്മീൻ ബിരിയാണി റെഡി.
വിളമ്പുന്നതിന് മുമ്പേ ഇതുപോലെ മസാലൻ്റെ ചട്ടിയിൽ കുറച്ച് ചോറിട്ടിട്ട് പെരക്കി തിന്നുന്ന കുറേ ആൾക്കാരുണ്ടാവില്ലല്ലേ. എന്തൊരു ടേസ്റ്റാണ് ചോറിന്. ഏത് ബിരിയാണി വെച്ചാൽ അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലും എന്തും അങ്ങനെ എനിക്ക് ചോറ് തിന്നാല് തൃപ്തിയാണ്. എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ഉണ്ടാവണേ.